ഡേ 3 സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് കുറച്ച് ചെയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 10 ചെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലായിരിക്കും. സെക്കൻഡ് ചെയിനിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്ത് ചെയിൻ്റെ പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ 2 ലൂപ്പ് കാണും ഹുക്കിൽ. ഇനി ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെയും പുറത്തോട്ട് പുള്ള് ചെയ്തെടുക്കാം നമ്മുടെ വർക്കിംഗ് യാണിനെ. ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഇനി അടുത്ത സിംഗിൾ ക്രോഷേ അടുത്ത ചെയിൻ ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് വർക്കിംഗ് യാണിനെ പുള്ള് ചെയ്ത് ചെയിൻ്റെ പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കാണും. വീണ്ടും യാൺ ഓവർ ചെയ്ത് വർക്കിംഗ് യാണിനെ ആ 2 ലൂപ്പിൻ്റെയും പുറത്തോട്ട് എടുക്കാം. ഇപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷേ ആണ് ചെയ്തത്. ബാക്കി റിമെയിൻസ് ചെയിനിൽ ഫുള്ളായിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഈ സിംഗിൾ ക്രോഷേ ചെയ്യാൻ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പായ സ്ലിപ്പ് നോട്ടും അതുപോലെ ചെയിൻ ചെയ്യുന്നതും എല്ലാം ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിന് ശേഷം ഈ സ്റ്റെപ്പ് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആവുന്നതാണ്. യൂട്യൂബിൽ ഞാനതൊരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഔട്ട് ആ ടോപ്പ് ഭാഗത്ത് ചെയിൻ പോലെ തന്നെ വി ഷേപ്പായിട്ടായിരിക്കും വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.